കോമഡി പ്രോഗ്രാമായിട്ട് അത് തരം താണു. നിങ്ങൾ പാറ്റകളാണോ? അതിപ്പോൾ ആളുകൾ, കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിന് പുറത്തുള്ള ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അക്കാദമിക് തലത്തിൽ പോലും ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നറിയാമോ? അദ്ദേഹം പറയുന്നു, നിങ്ങളെപ്പോലുള്ളവരെ ഇപ്പോൾ ചിലപ്പോൾ വിളിക്കുന്നത് കോക്രോച്ച് എന്താ, പാറ്റ. അദ്ദേഹത്തിൻ്റെ തുടക്കം വിദ്യാർത്ഥികളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ വളരെ നാടകീയമായിരുന്നു. നിങ്ങളെപ്പോലുള്ളവരെ ഇപ്പോൾ ചിലർ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? കോക്രോച്ച്, പാറ്റ. നിങ്ങൾ പാറ്റകളാണോ? നിങ്ങൾ പാറ്റകളല്ല, നിങ്ങൾ കരുത്തുള്ള, ഈ രാജ്യത്തിൻ്റെ കരുത്തുള്ള സിംഹങ്ങളാണ്. നിങ്ങളിൽ പാറ്റ അല്ല എന്ന് ഉറപ്പുള്ളവർ ഉറച്ച് പറയണം, ഞാൻ പാറ്റയല്ല, ഞാൻ കരുത്തുള്ളൊരു സിംഹമാണ്. അദ്ദേഹം അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പല പല വെർഷനിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ കുഞ്ഞു പോലും പറയുന്നില്ല, ഞാൻ പാറ്റയല്ല, ഞാൻ സിംഹമാണ്, സിംഹിണിയാണ്. ഇതൊന്നും ഒരു വിദ്യാർത്ഥി പോലും പറയുന്നില്ല. അദ്ദേഹം ആവർത്തിക്കുന്നു, നിങ്ങൾ പാറ്റകളല്ല, നിങ്ങൾ ദുർഗാദേവിമാരാണ്. അങ്ങനെ കരുതുന്നവർ ഒന്ന് ശബ്ദമുയർത്തി പറയണം. ഇപ്പോൾ ഏതോ ഒരു കുട്ടി, നമ്മുടെ വൈസ് ചാൻസലർ അറിയോ, അദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണമല്ലോ. അപ്പോൾ ഒരു കുട്ടി എന്തോ ശബ്ദമുണ്ടാക്കി. അദ്ദേഹം സ്വാഭാവികമായിട്ടും ആ കുട്ടി കോക്രോച്ച് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. നമ്മുടെ ആ ദൃശ്യങ്ങളിൽ അത് അത്ര വ്യക്തമല്ല. അപ്പോൾ നമ്മുടെ VC പറയുകയാണ്, കുന്നുമ്മൽ സാറ്, അദ്ദേഹം പറയുകയാണ്, ഒരു മിടുക്കി കണ്ടോ, ഈ കൂട്ടത്തിൽ ഒരു മിടുക്കി, മറ്റുള്ളവർ ശബ്ദമുയർത്തി പറയൂ ഞങ്ങൾ കോക്രോച്ചുകളല്ല എന്ന്. എന്താണൊരു ശബ്ദമില്ലാത്തത്? നിങ്ങളിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചിട്ടും ആരും നമ്മുടെ VCയുടെ ഈ ആഹ്വാനത്തിന് ചെവി കൊടുത്തില്ല. പോരാ, പോരാ, ശബ്ദം പോരാ. അപമാനകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഗവർണർ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഗവർണറെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ ചെയ്തതാണ്. ഇദ്ദേഹം സംഖ്യയാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കറിഞ്ഞുകൂടാ സംഖ്യയാണോ കൊങ്ങിയാണോ കമ്മിയാണോ ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഭാഷകളാണ്, സംഖ്യ എന്നൊക്കെ ഈ പറയുന്നത്. അദ്ദേഹം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ സംഖ്യകളുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തെ കാണാം.